റെക്കോർഡ് ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോൺഗ്രസ് അത്ഭുതത്തോടെയൊന്നുമല്ല നോക്കുന്നത്. ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ കിട്ടിയ റിസൾട്ട്. ആ പ്രവർത്തനം നടത്തുമ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ജനമനസ്സ് എന്താണ് എന്നറിയാം. ഇത് തൊട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ഇലക്ഷൻ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തിയാക്കിയത്. ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷേ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാൻ ചോദിക്കുന്ന ഇലക്ഷൻ എണ്ണുന്നതിന് മുമ്പ് തന്നെ ശ്രീകണ്ഠൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? 15,000 ജയിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? അതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതാണ്, എസ്യൂം ചെയ്യുന്നതാണ്. നമ്മളതിനകത്ത് ഒരു കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. കിട്ടും 15 വരെ എത്തും എന്ന് തോന്നിയതുകൊണ്ടാണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു നടന്ന പ്രവർത്തനത്തിൻ്റെ വസ്തുതാപരമായ പശ്ചാത്തലത്തിൽ വന്ന റിസൾട്ടാണ്. റിസൾട്ട് അതൊരു അപ്രതീക്ഷിതമല്ല. അത് നമുക്കൊരു അർഹതപ്പെടാത്തതല്ല, അർഹതപ്പെടുന്ന ഭൂരിപക്ഷമാണ് ഞങ്ങളത്. ചേലക്കര എന്താ? ചേലക്കര ഞങ്ങൾ അഡ്വാൻസ് ചെയ്തില്ലേ? 40,000 വോട്ടിന് ജയിച്ചതല്ലേ? അടുത്ത പക്ഷം 38 കൊല്ലം അല്ലേ? 38 കൊല്ലം CPM കയ്യിൽ വെച്ചൊരു കോൺസ്റ്റൻസിയാണ് നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? ആ കോൺസ്റ്റൻസിൻ്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് എത്രയാ? 38 സംതിങ് ഇങ്ങനെ ജയിച്ചത് ആ കോൺസ്റ്റൻസിയിൽ അവർ. അതാണ് ഇപ്പോൾ പത്ര കിട്ടിയ 12,000 അല്ലേ? 12,000 വോട്ടിലേക്ക് താണത്. എവിടെയാ വോട്ട്? എവിടെയാ കമ്പാരിസൺ? ഒരു വീഴ്ചയും വന്നിട്ടില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു, അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് അടിസ്ഥാനപരമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് അർത്ഥമില്ല. പക്ഷേ ചേലക്കരയിൽ വിജയിച്ചാൽ മാത്രമേ രാഷ്ട്രീയ വിജയം അവകാശപ്പെടാൻ കോൺഗ്രസിന് കഴിയുള്ളൂ. രാഷ്ട്രീയ വിജയം ചേലക്കരയിൽ വിജയിച്ചാൽ മാത്രമേ രാഷ്ട്രീയ വിജയം ഇത്രയും ഭരണവിരുദ്ധകാരം. അതൊരു ഒറ്റയടിക്ക് ഹിമാലയം പിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്ന് കയറിക്കയറിക്കല്ലേ പോകാൻ പറ്റും. ഇതൊരു ഹിമാലയായിരുന്നു. ചേലക്കര ഒരു ഹിമാലയാണ്. CPM ഹിമാലയത്തിൻ്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടുത്തെ ജനമനസ്സിൽ, ഇടതുപക്ഷത്തിൻ്റെ ജനമനസ്സിൽ മാറ്റം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂരിപക്ഷത്തിൽ അവരെ ഒതുക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേഡ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ, ആർക്കും ഒരു സംശയവും വേണ്ട. അടുത്ത 2 പേരും നിങ്ങൾക്ക് കാണാം, ഞങ്ങളത് പിടിച്ചിരിക്കും. ആര്? ഇല്ല, രമ്യ ഹരിദാസ് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാട് നിന്ന് ഞാൻ അവിടെ പോയത് ചേലക്കരയായിരുന്നു. ചേലക്കര പോയി അവരെല്ലാം ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ആർക്കും പരാതിയൊന്നും എൻ്റെ മുമ്പിൽ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി അടക്കം നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു വക്താവായി മാറാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതിനകത്ത് ആക്ഷേപമില്ല. ജനമനസ്സിൽ മാറ്റം ഇനിയും വരാനുണ്ട്. ആ മാറ്റം വരും, അത് വരുത്തും. ഇന്നല്ലെങ്കിൽ നാളെ ആ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക പറപ്പിക്കും. അത് എന്നോട് ചോദിച്ചാൽ ഉത്തരവില്ല. കാരണം അത് ആര് ചോദിച്ചാലോട് ഉത്തരം പറഞ്ഞാലോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എനിക്കങ്ങനെ ഒരു പരാതിയില്ല, അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല, അങ്ങനെ ഒരു ആക്ഷേപം എൻ്റെ മുമ്പിൽ വന്നിട്ടുമില്ല.